ഇന്ത്യയിൽ പവർഫുള്ളായ വുമൺ ലീഡേഴ്സ് ഇന്ന് നിരവധി പേരുണ്ട്. പെപ്സി സിഒ ഇന്ദ്രാ നൂയി, HSBCയുടെ നൈന ലാൽ, ICICIയുടെ ചന്ദ കൊച്ചർ, അങ്ങനെ നമുക്കിപ്പോൾ വളരെ ഫെമിലിയറാണ് ഇവരൊക്കെ. എന്നാൽ ഒരു 20 വർഷം മുമ്പ് സ്ത്രീകൾ ബിസിനസ് ലീഡർഷിപ്പിലേക്ക് വരുന്നതിനെക്കുറിച്ച് അധികമാരും ചിന്തിക്കാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വലിയ ഇനീഷ്യേറ്റീവ് എടുത്ത വുമൺ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് നല്ല നിലക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൗകര്യത്തിൽ വീട്ടിലേക്ക് ഒതുങ്ങും പല സ്ത്രീകളും. എന്നാൽ V-Guard എന്ന വലിയ ബ്രാൻഡിനെ V-Star എന്ന കിരീടം വെച്ചുകൊടുത്ത ഷീല കൊച്ചൗസേപ്പ് വുമൺ എൻ്റർപ്രനേഴ്സിന് തീർച്ചയായിട്ടും റോൾ മോഡലാണ്. 1977 കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ V-Guard, 10 വർഷം മുമ്പ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ V-Star, അമ്യൂസ്മെന്റ് രംഗത്ത് വീഗാലാൻഡ്, ചിറ്റിലപ്പള്ളി കുടുംബത്തിന്റെ ബിസിനസ് മുന്നേറ്റങ്ങൾക്ക് സാരഥി. കേരളത്തിന്റെ അറിയപ്പെടുന്ന വുമൺ എൻ്റർപ്രനർ ഷീല കൊച്ചൗസേപ്പ്. എൻ്റെ ഫാദറിന് ടെക്സ്റ്റൈൽസ് കം ജ്വല്ലറി ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ഷോപ്പിലേക്ക് പോയിട്ട് തുണികളൊക്കെ കാണാനും അല്ലെങ്കിൽ തൊടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനോടൊരു പരിചയം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പം ഏത് തുണി കണ്ടാലും അത് സിൽക്ക് ഏതാണ്, കോട്ടൺ ഏതാണെന്നൊക്കെ എനിക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ അറിയാം. കടയിൽ സ്വന്തം കടയായതുകൊണ്ട് അതും പിന്നെ തയ്യലിനോടുള്ള ഇഷ്ടവും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എനിക്ക് അറിവുള്ളൊരു മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് ആണ്. 1990കളിൽ കേരളം ചുരിദാറിന്റെ സൗകര്യത്തിലേക്ക് കടന്നപ്പോൾ ഷീല കൊച്ചൗസേപ്പിലെ ബിസിനസ്സുകാരി ചില കണക്കുകൾ കൂട്ടിത്തുടങ്ങി. കേരളത്തിൽ നിന്ന് ഡ്രസ് മേക്കിങ്ങിൽ ഒരു ബ്രാൻഡ് വിജയിക്കുമോ എന്ന് പലരും ആശങ്കപ്പെട്ടെങ്കിലും V-Starലൂടെ അത് യാഥാർത്ഥ്യമായി. ബോംബെ അല്ലെങ്കിൽ ഡൽഹി അവിടെ നിന്നൊക്കെ വരുന്ന റെഡിമെയ്ഡ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അന്നും അത് ഇപ്പോഴും അത് സയൻറ്റിഫിക്കായിട്ട് കട്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല. എന്തൊക്കെയോ കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ തയ്ച്ച് എത്തിക്കും. കാണുമ്പോൾ ഒരു ചന്തമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇടുമ്പോൾ നമുക്ക് ഒരിക്കലും ഫിറ്റ് ശരിയാവില്ല. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഷോൾഡർ വന്ന് ഇവിടെ വന്ന് കിടക്കും. ആ നിറം പകിട്ടൊക്കെ മതി, കട്ടിങ്ങൊക്കെ വലിയ പ്രശ്നമല്ല എന്നുള്ള പോലത്തെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് തുടങ്ങാൻ തന്നെ കാരണം. ഒരു സ്ത്രീക്ക് സംരംഭകയായി തിളങ്ങണമെങ്കിൽ കുടുംബം കൂടെ ഉണ്ടാകണം. ബിസിനസ്സിൽ പുരുഷന് കഴിയാത്തതും സ്ത്രീക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഷീല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എന്നെ അവർ കുറച്ച് സഹായിച്ചു. പിന്നെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു 100% എനിക്ക് അറിവുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഓഫീസും വീടും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വുമൺ എൻ്റർപ്രനേഴ്സ് ഫാമിലിയെ മിസ് ചെയ്യരുത്. അതിന് 2 കാര്യങ്ങളുണ്ട്. രാവിലെ ഒരു 4-5 മണിക്കൂർ മാത്രമേ ഞാൻ ഓഫീസിലിരിക്കാറുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വീട്ടിലിട്ടും. അപ്പം പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും ഞാൻ മിക്കവാറും ഞാൻ ഉച്ച കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളാണ്. ബാക്കി സമയം എനിക്ക് വീട്ടിലുണ്ടല്ലോ, അതെനിക്ക് ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെയും വീട്ടിൽ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അതുകൊണ്ട് കാര്യമായിട്ട് സഫർ ചെയ്യുന്നില്ല. ഓഫീസിലാണെങ്കിലും ഓഫീസ് കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കും. പിന്നെ എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ ചെയ്യുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ സ്റ്റാഫുണ്ട്, 225 സ്റ്റാഫുണ്ട്. അവർക്കൊക്കെ അവരെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം എനിക്ക് നോക്കിയാൽ മതി. അവർ ചെയ്തോളും, എന്നേക്കാൾ ഭംഗിയായിട്ട് അവർ ചെയ്തോളും. ലോകത്തെ ബിസിനസ് സ്പന്ദനം ഉൾക്കൊള്ളുന്ന ഷീല കൊച്ചൗസേപ്പിന് എല്ലാ സംരംഭകരോടും പറയാൻ ഒരു മന്ത്രമുണ്ട്. കുറേ സ്മാർട്ട് വർക്ക് ഇതിനാവശ്യമുണ്ട്. നമ്മൾ കുറേ ചത്ത് പണിയെടുത്തുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ കാലത്ത് ഹാർഡ് വർക്ക് എന്നുള്ളതിനേക്കാളും സ്മാർട്ട് വർക്ക് എന്നാണ് പറയുന്നത്. അത് സ്മാർട്ടായിട്ട് തന്നെ ചെയ്യണം. ഒരു ബിസിനസ്സും വീടും കുട്ടികളും ഫാമിലി എല്ലാം കൊണ്ട് നടക്കാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 300 ബില്യൺ ഇന്ത്യൻ റുപ്പി വരുന്ന വലിയൊരു ബിസിനസ് സെഗ്മെന്റ്, അതിൻ്റെ വലിയ സാധ്യതകളാണ് ഷീല കൊച്ചൗസേപ്പും ചെയ്യുന്നത്.